പ്രതിമാസ ഓണറേറിയം 21,000 രൂപയാക്കുക. വിരമിക്കലാനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക. വിരമിക്കലാനുകൂല്യം നൽകാതെ 62-ാം വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയവയായിരുന്നു സമരത്തിന്റെ പ്രധാന ആവശ്യം. നിരാഹാര സമരവും മുടിമുറിക്കൽ സമരവും അടക്കം സ്ത്രീ തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള വേറിട്ട സമരരീതികളായിരുന്നു ഇക്കഴിഞ്ഞ 265 ദിവസവും കേരളം കണ്ടത്. കൂട്ട ഉപവാസവും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ രാപ്പകൽ സമരയാത്രയും അതുവരെ കേരളം കണ്ട സമരരീതികളെ മാറ്റിമറിച്ചു. ഏറ്റവും ഒടുവിൽ ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തിയ ഇവരെ രൂക്ഷമായി പോലീസ് നേരിടുന്ന കാഴ്ചയും കേരളം കണ്ടു. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഈ തൊഴിൽ സമരത്തെ അവഗണിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ശക്തമായ മഴയിൽ സമരപ്പന്തൽ അഴിപ്പിച്ചും സമരക്കാരുടെ മൈക്ക് സെറ്റ് അടക്കം പിടിച്ചെടുത്തും പോലീസും സർക്കാരും ഇവരെ വീണ്ടും വീണ്ടും തെരുവിൽ നിർത്തി. ആരോഗ്യമന്ത്രിയുമായും NHM ഡയറക്ടറുമായും നിരന്തരം ചർച്ചകൾ പരാജയപ്പെടുമ്പോഴും സമരത്തിൽ നിന്ന് പിന്മാറാതെ ഇവർ ഉറച്ചുനിന്നു. ഓണറേറിയം 21,000 വർദ്ധിപ്പിക്കുക എന്ന സമരക്കാരുടെ പ്രധാന ആവശ്യം നടന്നില്ലെങ്കിലും സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപയുടെ വർധന സമരത്തിന്റെ വിജയമാണെന്നാണ് ആശമാർ പറയുന്നത്. പ്രതിജ്ഞാ റാലിയോടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം അവസാനിപ്പിക്കുമ്പോഴും വാർഡ് തലത്തിൽ സമരം വ്യാപിപ്പിക്കാനാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർന്നു വരുന്ന ഈ സമര രൂപ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡിമാൻഡ് 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കലാനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക. ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നതുവരെ സമരം തുടരുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ പോരാട്ട ചരിത്രത്തിൽ സ്ത്രീ മുന്നേറ്റത്തിന്റെ പ്രതിരോധ പ്രതീകമായി ഈ ആശാസമരം എന്നും ഉണ്ടാകും. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.